ഇനി ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. ബഹിരാകാശ രംഗത്ത് നിർണായക നീക്കവുമായി ഇന്ത്യ. ആക്സിയം 4 വിക്ഷേപണം അടുത്ത മാസം 29-ന്. ഇന്ത്യക്കാരനായ ശുഭാൻശു ശുക്ല ആദ്യമായി ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നുവെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ബഹിരാകാശ പേടകത്തിലായിരിക്കും ആക്സിയം 4 വിക്ഷേപണം. 4 ബഹിരാകാശ യാത്രികരടങ്ങുന്നതാണ് ദൗത്യം. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യക്കാരനായ ശുഭാൻശു ശുക്ലയാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തുന്നത്. നാസയുടെ മുതിർന്ന ബഹിരാകാശ പര്യവേഷക പെഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാംബു എന്നിവരാണ് ആക്സിയം 4 മറ്റംഗങ്ങൾ. മെയ് 29-ന് രാത്രി 10:30-ക്കാണ് വിക്ഷേപണം. എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലായിരിക്കും വിക്ഷേപണ വാഹനം. ആക്സിയം സ്പേസ് എന്ന അമേരിക്കൻ സ്വകാര്യ കമ്പനി നടത്തുന്ന ISS-ലേക്കുള്ള 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രികാ ദൗത്യമാണിത്. 14 ദിവസം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച ശേഷമായിരിക്കും ദൗത്യസംഘം മടങ്ങുക. സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിവന്ന അതേ ഡ്രാഗൺ പേടകത്തിലാണ് ശുഭാംശുവും സംഘവും പോകുന്നത്. ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതി ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഒരാളാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല. ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അങ്കദ് പ്രതാപ്, അജിത് കൃഷ്ണൻ എന്നിവരാണ് മറ്റുള്ളവർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാങ്കുകൾക്ക് മേലുള്ള നിയന്ത്രണം കടുപ്പിച്ച RBI. മെയ് 1 മുതൽ രാജ്യത്തെ എല്ലാ ബാങ്കുകളും പ്രവാഹ പോർട്ടൽ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം. രാജ്യത്തെ എല്ലാ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും റിസർവ് ബാങ്ക് നിയന്ത്രിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളും പ്രവാഹ് പോർട്ടൽ ഉപയോഗിക്കണമെന്ന നിർദ്ദേശവുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മെയ് 1 മുതൽ റെഗുലേറ്ററി അപേക്ഷകൾക്കും അംഗീകാരങ്ങൾക്കുമായി പ്രവാഹ് പോർട്ടൽ ഉപയോഗിക്കണമെന്നാണ് RBI നിർദ്ദേശം. 2024 മെയ് 28-നാണ് RBI പ്രവാഹ് പോർട്ടൽ ആരംഭിച്ചത്. ഓൺലൈൻ അപേക്ഷകൾ എളുപ്പത്തിൽ സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവാഹ് പോർട്ടൽ വികസിപ്പിച്ചത്. സുരക്ഷിതവും കേന്ദ്രീകൃതവുമായ ഒരു വെബ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് പ്രവാഹ് പോർട്ടൽ. വിവിധ റെഗുലേറ്ററി മോണിറ്ററിംഗ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട 60 തരത്തിലുള്ള അപേക്ഷാ ഫോമുകൾ ഓൺലൈനായി ഇതിലൂടെ സമർപ്പിക്കാം. അപേക്ഷയിൽ കൈക്കൊണ്ട നടപടികൾ തത്സമയം പരിശോധിക്കുകയും ചെയ്യാം. RBIയുടെ കണക്കുകളനുസരിച്ച് പ്രവാഹ് പോർട്ടൽ ആരംഭിച്ചതിനു ശേഷം ഏകദേശം 4000 അപേക്ഷകളാണ് അതുവഴി ലഭിച്ചത്. എന്നാൽ പോർട്ടൽ അവതരിപ്പിച്ചിട്ടും ചില ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും പോർട്ടലിലൂടെ അല്ലാതെ പഴയ രീതികൾ ഉപയോഗിച്ച് അപേക്ഷകൾ സമർപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മെയ് 1 മുതൽ RBI പ്രവാഹ് പോർട്ടൽ നിർബന്ധമാക്കിയിരിക്കുന്നത്. ചെറുകിട ധനകാര്യ ബാങ്കുകൾ, ലോക്കൽ ഏരിയ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, സംസ്ഥാന സഹകരണ ബാങ്കുകൾ, സെൻട്രൽ സഹകരണ ബാങ്കുകൾ, അഖിലേന്ത്യാ ധനകാര്യ സ്ഥാപനങ്ങൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, ഹൌസിംഗ് ഫിനാൻസ് കമ്പനികൾ, പേയ്മെന്റ് സിസ്റ്റം ഓപ്പറേറ്റർമാർ, ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾ എന്നിവയ്ക്ക് RBIയുടെ ഈ നിയമം ബാധകമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൈക്രോസോഫ്റ്റിൽ കോഡിന്റെ 30% എഴുതുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് CEO സത്യ നദല്ല. മൈക്രോസോഫ്റ്റ് AIയുടെ സാധ്യത ഉപയോഗിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായും നദല്ല. കാലിഫോർണിയയിലെ മെൻലോ പാർക്കിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗിന്റെ ആദ്യ ലാമാക്കോൺ AI ഡെവലപ്പർ പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മൈക്രോസോഫ്റ്റ് AIയുടെ സാധ്യത ഉപയോഗിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും നദല്ല വ്യക്തമാക്കി. മനുഷ്യ സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ ചെയ്യുമായിരുന്ന ജോലികൾക്കായി കമ്പനികൾ ഇപ്പോൾ AIയെ കൂടുതലായി ആശ്രയിക്കുന്നു. അതേസമയം പുതിയ കോഡിന്റെ 25%-ലധികം AI ആണ് ചെയ്യുന്നതെന്ന് ഗൂഗിൾ CEO സുന്ദർ പിച്ചെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. മെറ്റയുടെ ഡെവലപ്പർ ഇവന്റിൽ സക്കർബർഗും നദല്ലയും AIയുടെ ദീർഘകാല സ്വാധീനത്തെയും വികസനത്തെയും കുറിച്ച് ചർച്ച ചെയ്തു. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ കൃത്രിമ ബുദ്ധി GDP നേട്ടങ്ങൾ കൈവരിക്കണമെന്ന് സക്കർബർഗ് പറഞ്ഞു. അത് യാഥാർത്ഥ്യമാകാൻ വർഷങ്ങളെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സോഫ്റ്റ്വെയർ മാത്രം പോരാ, വർക്ക് ഫ്ലോകളും വികസിക്കണമെന്ന് നദല്ല ചൂണ്ടിക്കാട്ടി. കോഡ് എഴുതുന്നതിൽ AIയുടെ പങ്കിനെക്കുറിച്ച് സംസാരിച്ചതിനു പുറമെ ലാമ കോഡിൽ മെറ്റയുടെ AI ആപ്പും സക്കർബർഗ് അനാച്ഛാദനം ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിനോദ മേഖല വൻ വളർച്ചയിലേക്ക്. 2030 ആകുമ്പോഴേക്കും മേഖലയിൽ 600 കോടിയോളം രൂപയുടെ വളർച്ചയുണ്ടാകുമെന്ന റിപ്പോർട്ട്. മുംബൈയിൽ ഡിഷ് ടിവിയും C21 മീഡിയയും നടത്തിയ കണ്ടന്റ് ഇന്ത്യ ഉച്ചകോടിയിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിത്. അലൈഡ് ഗ്ലോബൽ മാർക്കറ്റിംഗ് നൽകുന്ന ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് വരും വർഷങ്ങളിൽ ഗണ്യമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന കാരണങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വിനോദ മേഖലയുടെ സാധ്യതകളെയും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യ ഇതിനകം തന്നെ ഏറ്റവും വലിയ ആഗോള വിനോദ വിപണികളിൽ ഒന്നാമതാണ്. പക്ഷേ പൂർണ്ണശേഷിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇന്ത്യയിൽ 55.1 കോടി OTT ഉപയോക്താക്കൾ ഉണ്ടെങ്കിലും ഇത് $210 കോടി മാത്രമേ വരുമാനം ഉണ്ടാക്കുന്നുള്ളൂ. ദക്ഷിണ കൊറിയ പോലുള്ള വിപണിയേക്കാൾ വളരെ പിന്നിലാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2026 മാർച്ചിലാണ് അടുത്ത കണ്ടന്റ് ഇന്ത്യ ഉച്ചകോടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
റെസ്റ്റോറന്റ് മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല സാഹചര്യം ലഭിച്ചാൽ 2028 ആകുമ്പോഴേക്കും 1.5 കോടി ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയുമെന്ന് നാഷണൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. സർക്കാരിൽ നിന്ന് ശരിയായ പ്രചോദനം ലഭിച്ചാൽ 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് 1.5 കോടി ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയുമെന്ന് NRAI വൈസ് പ്രസിഡന്റ് സൊറാവർ കൽറ പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 5 ലക്ഷം റെസ്റ്റോറന്റുകളാണ് NRAIക്ക് കീഴിൽ വരുന്നത്. സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഭക്ഷ്യവിതരണ ശൃംഖലയുമായി അസോസിയേഷൻ തർക്കത്തിലാണ്. നിലവിൽ റെസ്റ്റോറന്റുകൾ 5% GST നിരക്കിന് കീഴിലാണ് വരുന്നത്. ഭക്ഷണ ബില്ലുകളിൽ നിർബന്ധിതമായി സർവീസ് ചാർജ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിനെതിരെയുള്ള ഹർജികൾ പരിഗണിക്കാൻ ഡൽഹി ഹൈക്കോടതി മെയ് 9 തീയതിയിലേക്ക് മാറ്റിവെച്ചു. വ്യവസായ പദവി, GSTയിൽ ഇളവ്, ഭക്ഷ്യവിതരണ ശൃംഖലയുമായുള്ള പ്രശ്നങ്ങൾ, സർവീസ് ചാർജ് എന്നിവയിൽ ഉൾപ്പെടെ റെസ്റ്റോറന്റ് വ്യവസായത്തിന് വളരാൻ വേണ്ട സാഹചര്യം ലഭിച്ചാൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നും കൽറ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.